സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന സാജൻ ജോർജിന്റെയും അനൂപിന്റെയും നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇനി പത്രസമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന സാജന്റെ മകളാണ് ഞാൻ. ഇത് ഭാര്യയും ഇത് പെങ്ങളും അതും മകളാണ്. ഹസ്ബൻഡ് പാലത്ര കൺസ്ട്രക്ഷനെതിരെ ഹൈക്കോടതിയിൽ 2017 മുതൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യുന്നത്. ആ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് മൈനിങ് ആൻഡ് ജിയോളജി, അതായത് പാറമട ക്രമരഹിതമായി പൊട്ടിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഭീമമായ ഒരു തുക അവരിൽ ഫൈൻ ചുമത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തലോടെ ഈ കേസ് ഫയൽ ചെയ്യുമ്പോൾ മുതലാണ് ഞങ്ങളുടെ നേരെ ഇവര് ഓരോ ആൾക്കാരെ അയച്ച്, അതായത് പാർട്ടിക്കാരെ ഓരോരുത്തരെ അയച്ച് ഞങ്ങളോട് കോംപ്രമൈസ് ചെയ്യണം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ അങ്ങോട്ടൊന്നും ആവശ്യപ്പെട്ടതല്ല. ഓരോ ഈ CPM ലോക്കൽ കമ്മിറ്റി ഗോപിദാസ് അമ്മ ഞങ്ങള് അടുത്തൊരു ഫ്രണ്ട് ആയതുകൊണ്ട് പുള്ളിക്ക് പെട്ടെന്ന് സാജനെ അതിനകത്തോട്ട് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് മെയിൻ കാര്യം ഇതിനകത്ത്. അതായത് അവർ നല്ല ഫ്രണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും, അതായത് അവിടെ നടക്കുന്ന പാർട്ടി കാര്യങ്ങളിലെല്ലാം സംസാരിക്കുമായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെയെല്ലാം ഞങ്ങൾ നല്ലൊരു ഫാമിലി ഫ്രണ്ട് പോലെ അയാൾ സാജന്റെ കൂടെ നടന്നതാണ്. ആ വോയിസിലെല്ലാം നമ്മൾക്ക് കേൾക്കുകയും ചെയ്യാം. ഞങ്ങൾ തരുന്ന വോയിസിലൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇന്നതാ പുള്ളി അതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ചെയ്തത് അതിന്റെ തെളിവുകൾ ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് വിധിച്ചില്ല. ഹൈക്കോടതിയിൽ കേസ് നിൽക്കുകയാണ്. ഇപ്പം ഹൈക്കോടതിയിലാണ് ആ കേസ് ഉള്ളത്. ആ കേസിന്റെ ഇതിലാണ് ഈ കേസ് പാറമട 4 വർഷമായിട്ട് ഇപ്പം അത് ഓപ്പൺ ചെയ്യാൻ പറ്റാതെ കിടക്കുകയാണ് പാറമട. അപ്പം അത് തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് ഈ കേസ് ഇല്ലെന്നാക്കി കൊടുക്കണം. അതായത് കേസ് ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. എനിക്ക് കേസില്ല എന്ന്, കേസിൽ നിന്ന് പിന്മാറണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഗോപിദാസ് മുഖേന ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർ വന്നാൽ മാത്രമേ നമുക്ക് പുറത്തുവിടാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെങ്ങനെയാണ് അവിടെ ചെന്നെത്തിയതെന്ന് ഞങ്ങൾക്കറിയില്ല. ചോദിച്ചത് ഹസ്ബൻഡിന്റെ അച്ഛന്റെ ഒരു ആവശ്യത്തിന്, ഹസ്ബൻഡിന്റെ ഫ്രണ്ട് എന്ന നിലയിലാണ് ഗോപിദാസിനോട് പണം കടമായി ചോദിച്ചത്. പക്ഷെ ഗോപിദാസ് അത് പാലത്ര മുഖേനയാണ് ഈ പണം ഇടപാട് ചെയ്തതെന്നും അവിടെ ചെല്ലുമ്പോൾ പാലത്രയായിട്ട് ഈ പണം കൊടുക്കുമ്പോഴാണ് സാജന് ഈ പണം കൊടുക്കുമ്പോൾ പാലത്ര പറയുന്നുണ്ട് നമ്മൾക്ക് അവരെ ജമ്മിതയിൽ സംസാരിച്ചു എന്നാണ് സാജൻ പറഞ്ഞത്. ഈ പണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പകുതി പൈസ ഗോപിദാസിന് കൊടുക്കണം എന്ന് കൃത്യമായി പറയുന്നത്. അയാൾ നമ്മളോട് പറയുന്ന ഇതിലും പറയുന്നുണ്ട് എനിക്ക് അതായത് കോമ്പൻസേഷൻ വേണം എന്ന് പറയുന്നുണ്ട് അയാൾ അതിൽ. അതെ, പണം കൊടുത്ത്, അതായത് ഇവര് പാറമട മുതലാളി ഷിബു മാത്യുവിനോടാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. ചികിത്സാ സഹായത്തിന് എന്ന് പറഞ്ഞ് ഗോപിദാസിനോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഗോപിദാസ് മുഖേനയാണ് ഇവരവിടെ എത്തുന്നതും. ഈ സാജന്റെ ഫ്രണ്ടെന്ന് ആരോപിക്കുന്ന, സാജന്റെ ഫ്രണ്ടെന്ന് കൂടെ നിൽക്കുന്ന ഈ അനൂപ് സാജന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. എന്താവശ്യങ്ങൾക്കും വിളിച്ചാൽ വരാറുണ്ട്. പള്ളിക്കത്തോടുണ്ടായിരുന്നു, വിളിച്ചപ്പോൾ വന്നു. സാജനും അവരും ഗോപിദാസും കൂടിയാണ് ഈ റെസ്റ്റോറന്റിൽ ചെന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഇല്ല, ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിച്ച വോയിസ് തന്നെ സാജൻ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് ചെല്ലേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് സാജന് അറിയില്ലായിരുന്നു ഇവരെവിടെയാണ് ഈ പണം വാങ്ങിക്കാൻ ചെല്ലേണ്ടത് എന്ന് പറഞ്ഞതൊന്നും സാജന് അറിയത്തില്ലായിരുന്നു. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് അവര് നിങ്ങളെ കൊടുക്കാൻ ഇല്ല, ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുന്ന ആൾക്കാര് ചതിക്കില്ല എന്നാണ് സാജന്റെ വിശ്വാസവും. ഗോപിദാസ് ചതിക്കുകയില്ലെന്നായിരുന്നു വിശ്വാസം.